Sir, wow, that's absolutely stunning. How do you do this even at this age? എന്താണ് അവള് പറഞ്ഞു? അവളുടെ വായിൽ വല്ല കുഴുക്കട്ട വല്ലോടാ? സംഗതി അപാരമാണ്. ഇത്രയും വയസ്സിൽ ഇത് എങ്ങനെ സാധ്യമായി എന്നാണ് ചോദ്യം. മാഡം ഈ സേസ് യുവർ എടോ മനുഷ്യ, അവളോട് താനത് പറഞ്ഞ അവക്ക് മനസ്സിലാവൂലേടോ. അവൾ എന്നെ വെച്ചേക്കോടോ. Who told I am old? I am gold. Dubai gold. Passion, hard work and determination. ഇതൊക്കെ ഇല്ലാത്തവർക്കോ വയസ്സാവുള്ളൂ. മനസ്സിലായിക്കണോ? ഇല്ല മോളു. ഹായ് എന്റെ പൊന്നു മോള്. ഹായ്. എന്താ സുഖല്ലേ? സുഖം. പോകാം. വന്നപ്പാ. എന്റെ മോളെയും എന്നെയും കാണുമ്പോ നിങ്ങൾക്കൊരു സംശയമില്ലേ? ഈ കടൽ ഇങ്ങനെ ഒരു കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടായിടോ. പക്ഷേ എൻ്റേതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു. ദുബായിലെ കച്ചവടം ഞാൻ പൊടി പൊടിച്ചു വന്ന സമയത്ത് ഒരു ലെബനീസ് പെണ്ണ് വന്ന് വിട്ടു. എനിക്ക് അവളെ ഇഷ്ടമായി. ഞാൻ അവളെ കല്യാണം കഴിച്ചു. അവളിലുണ്ടായത് എൻ്റെ ഈ സുന്ദരി മോള്. എന്നിട്ട് മാഡം ഇപ്പൊ എവിടെയാ? അവളൊക്കെ അങ്ങോട്ട് പോയി. അവ എങ്ങനെയോ പോയി. അയ്യോ സോറി. മറ്റിട്ടൊന്നുമില്ല. ഈ വക പെണ്ണുങ്ങള് 2 വർഷത്തേക്കുള്ളിൽ ഒരാളെ കൊണ്ടു നടക്കാറില്ല. പക്ഷെ അവളെ ഞാൻ 4 വർഷം കൊണ്ടു നടന്നു. ഇപ്പൊ ഞാനും എൻ്റെ മോളും ഈ കാണുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും. ഭാസ്കര, ഭക്ഷണമൊക്കെ റെഡിയല്ലേ? എന്റെ ഫേവറേറ്റ് ഭക്ഷണം. ഓക്കെ. ഭക്ഷണം കഴിക്കണ്ടേ? ശരി. എന്താ സൂര്യ, കണ്ണുപൊത്തി കളി പോലെ ഉണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. എന്ന് എണീക്കാം. അവിടെ സൂര്യക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. സൂര്യ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിന്നെ എനിക്കൊന്ന് പരീക്ഷിക്കണം. ഭാസ്കര, എന്റെ ഫേവറേറ്റ് ഐറ്റം സൂര്യക്ക് വിളമ്പൂ. മതി. ഓർമ്മയുണ്ടോ? എന്റെ മകള് നിങ്ങളുടെ ഭാര്യയ്ക്ക് 1ാം സമ്മാനം കൊടുക്കാൻ കാരണമായ ആ ഡിഷാണ്. എൻ്റെ പർച്ചേസ് മാനേജറിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഡിഷ് കഴിക്കുന്നത്. എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കിയിരുന്നതും ഈ ഡിഷ് തന്നെയായിരുന്നു. അത് എങ്ങനെയാ എൻ്റെ ഡാഡിയുടെ ഒരു ഫേവറേറ്റ് ഡിഷായത്? സർപ്രൈസ്. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മോരുകറിയായത്. നിന്റെ ഭാര്യയ്ക്ക് നീ ഉണ്ടാക്കി കൊടുത്ത അതേ മോരുകറി. ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലെ 7 പേരിൽ ഒരാളാണ് ഞാൻ. 6 ആണും 1 പെണ്ണും. കഷ്ടപ്പാട് സഹിക്കാൻ വയ്യാതെ അവസാനം ഞാൻ മദ്രാസിലേക്ക് പോയതാ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ. ഒടുവിൽ ആരുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി. ആ മോരുകറി ഉണ്ടാക്കിയ നിന്റെ അമ്മയുടെ പേര് പാർവതി ആണെങ്കിൽ ഞാൻ നിന്റെ അമ്മാവനാണോ? ഇപ്പൊ നീ ഭക്ഷണം കഴിക്കും. പിന്നെ ധൃതി പിടിച്ച് നിന്നെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന എന്താണെന്നറിയാമോ? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് ഞാൻ നമ്മുടെ ഹോട്ടലിൽ വെച്ച് പറയാം. മോളെ, സൂര്യ വൈകിട്ട് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. യെസ് ഡാഡ്. സാറേ സാറേ ഇത് സാറേ അത് എന്താണ് സാർ? അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് നമ്മുടെ കരാമ ബ്രാഞ്ച് ക്ലോസ് ചെയ്യണം സാർ. ഞാൻ പറഞ്ഞൊക്കെ കൊള്ളാം. ആദ്യം തന്നെ മൗത്ത് ക്ലോസ് ചെയ്യണോ? പോയി മെനു എടുത്തുകൊണ്ട് വേണോ? സാർ സാർ ഇതാ. നിങ്ങൾ എന്താ ഈ ഹോട്ടൽ പൂട്ടിക്കാൻ ഉദ്ദേശം? നല്ല 2 ഡിഷ് ഈ മെനുവിൽ ഇല്ല. ഇവിടെ താമസിക്കാൻ വരുന്നവര് സൂഹിക്കാൻ വേണ്ടി മാത്രമല്ല, നല്ല ഭക്ഷണം കഴിക്കാനും കൂടിയിട്ടാണ്. വിട്ടുപോയി സാറേ. എന്താ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? അത് പിന്നെ സാറേ, അവന് വേറൊരു ഹോട്ടലിൽ നിന്ന് ഡബിൾ സാലറി കിട്ടിയോണ്ടാണ് പോയത്. ശമ്പളം കൊടുക്കും ഞാൻ. ഇന്ന് വൈകുന്നേരം അവരിവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ 2 പേരുണ്ടാവും. കോട്ടും ഷൂട്ടും ഇട്ട് 2 കോന്തന്മാര് വന്നിരിക്കും. താമ്പട കലച്ചന്മാര്. ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഷെയ്ക്കിന്റെ. അതുകൊണ്ടാ ഞാൻ ഇത്തിരി താമസിച്ചേ.
ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ട്. എന്താ സാർ? സാറേന്നാ അമ്മാവന്ന് വിടാ. ശരി അമ്മാവ. നല്ല കാലം വന്നപ്പോൾ കൂടെ പുറപ്പിലേക്ക് ഞാൻ മറന്നു. പിന്നെ അതെന്റെ തെറ്റുകൾ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. ആ തെറ്റ് തിരുത്താൻ ഏതായാലും ഞാൻ തീരുമാനിച്ചു. നിന്റെ കഥകളൊക്കെ ഇവിടെ എന്നോട് പറഞ്ഞു. ഒരു സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്ന അമ്മയുടെ വാശി പിടിച്ച് വന്നവനല്ലേ? അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാം. അടുത്ത മാസം നമ്മുടെ ഹോട്ടലിൽ നടക്കാൻ പോകുന്ന ഷെഫ് കോമ്പറ്റീഷനിൽ നീ പങ്കെടുക്കണം. ലോകത്തിലെ പല മിടുക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനാണ്. നിന്റെ കഴിവ് കാണിക്കാൻ ഒരു സുവർണ അവസരമാണ്. നീ എന്ത് പറയുന്നു? അയ്യോ അമ്മാവ, അത് എന്നെ കൊണ്ട് പറ്റൂ? നിന്നെ കൊണ്ടേ പറ്റൂ. അമ്മാവൻ കൂടെ നീ ഒരു കൈ നോക്കാം. ഒരു കൈയല്ല, രണ്ട് കൈയും നോക്കാം. ഹായ്, ഹേയ് ഹായ്. എങ്ങനെയുണ്ട്? ആർ യു ഫീലിംഗ് കംഫർട്ടബിൾ? യാ ഐ ആം ഫൈൻ. ഡാഡിക്ക് സൂര്യയോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓ ഞാൻ വിളിച്ചുതരാം. ഓക്കെ. ഡാഡി, സൂര്യ. ഹലോ അമ്മാവ. നീ തകർക്കുവാണല്ലോ മോനെ. ഇനി ഒരു കടമ്പ കൂടി ബാക്കിയുണ്ടല്ലേ മോനെ. നീ വിജയിക്കുമെടാ. നിന്റെ അമ്മയുടെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് അമ്മാവ. ഓക്കേ, ശരി. എന്താ നിന്റെ നാളത്തെ പ്ലാൻ? എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മേടിക്കാണ്ടായിരുന്നു. അതിനെന്താ, എന്റെ പോർഷ എടുത്തോണ്ട് പോ. നോ സോനിയ, ഇറ്റ്സ് ഓക്കെ. I want to explore myself. Oh, okay. Take care and call me if you want something. Yeah, sure. Okay? Thank you. ഇവൻ ഇവിടെ എത്തിയോ? ഇത്ര പെട്ടെന്ന് എന്റെ കൈ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. Well, do you know this guy? Yeah. He's competing with my cousin today. I don't want him to participate in this competition. You don't worry. He won't participate today. We will see. Vada. Sonia, come. What happened? Samya Madhikamilla, where is he? He's on his way. ഇപ്പൊ ഇവിടെ എത്തും. Another few minutes, that's all. Then we have to start the competition. Bro, Yes? ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? പ്ലീസ് വരൂ. പ്രതീക്ഷിച്ചില്ല അല്ലേ? എടാ, അന്ന് നീ എന്റെ കണ്ണിൽ വാരിയിട്ട മുളക് പൊടിയുടെ എരിച്ചിൽ ഇന്നും പോയിട്ടില്ല. പിടിച്ച് We can't wait anymore. Let Rebecca start cooking. If Suri comes, he can join. Your time starts now. നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പോടാ. ഇന്ന് നീ രക്ഷപ്പെട്ടു. ഒരിക്കൽ നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഞാൻ നിന്നെ എടുത്തോളാം. വീടില്ല ഞാൻ. Sir, please stop. Please, please. Hey, what is this? Is this taxi? Ya ilahi, halat magloon. I'm in trouble. I have an important competition. 10 minutes I have to reach. Please. After 5. Thank you. You have only 30 minutes to go. സൂര്യ, എന്ത് പറ്റി? What happened? Nothing, come. എന്താന്ന് പറ. Nothing, come. What happened? ഇനി 30 മിനിറ്റേ ബാക്കിയുള്ളൂ. താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? Sir, എൻ്റെ അമ്മയുടെ ഡിഷ് ഉണ്ടാക്കാൻ എനിക്ക് 30 മിനിറ്റ്സിനെ തരടാ. I can handle it, sir. Trust me, sir. I like this man's confidence. Give him a big applause. Go man. Thank you, sir. Okay. All the best, Surya. What is this? അമ്മി. Mommy. മമ്മി ഇല്ല, അമ്മി. Amme. Good evening, ladies and gentlemen. I would like to introduce Mr. Selas from Namibia and Miss Elena from Russia. We have brought these judges because the previous judges could not decide on an unanimous winner. So it wasn't fair on me actually to decide the winner. So
Here we go. Rebecca, please come forward. Can you describe your dish for us? This is my mom's favorite dish. Especially when guests come home, she always makes these. And I could see the delight on their faces when they taste this. Ah, I thought I could delight you people the same way that my mom does. it looks delicious and wonderfully decorated. We will come back to you, Rebecca. Hi, Surya. Hi. You seems to be a bit nervous. Can you explain your dish, please? Actually, my mother was a domestic cook, and this dish was a customer's delight. But I never tasted this when she was alive. Yeah? Why? That's strange. Because I never liked her being a cook. But now I realize nothing can match mother's food. Surya, relax. But your dish looks very simple. Yeah, because my mother was also a very simple woman, ma'am. Okay, let's taste the food. Yes, sir. Hi, Surya. Please sit down. Take a seat. Thank you. Surya, what is this dish called? It's kaipakya morgari. Sounds weird. Kaipaka? What is Yeah. that? 1 minute. This is kaipakya. Oh, this is bitter gourd. Oh my god, this tastes really bitter. But your dish is surprisingly sweet. How is that? That's the beauty of my mother, sir. She makes even bitter things sweeter, including my life. Surya, we're confused now. Having said that, let's have a chat together. If you don't mind, please. Sure. In Kerala, Malayalis make this curry. Kerala style seasoned buttermilk curry or more curry. The recipe is nothing but buttermilk seasoned with Indian spices like ginger, garlic, green chilies and curry leaves. Some people like to make it with coconut, some without coconut. So it's one of the dishes made for Onam Sadhya or the spread that is made for the festival of Onam. Like most of the Sadhya dishes, this is very delicious and very easy to prepare fast, and it hardly takes 5 minutes to whip it up. It's time to announce the results. Rebecca, no doubt, your dish is delicious and wonderfully presented. And this dish has got all the flavors of mother's food. Surya's presentation looked very ordinary. It wasn't impressive at the first look, but the surprising part was the bitter gourd. Having said that, we have unanimously decided the winning dish is Kaipaka More Curry. And Surya wins Super Chef title for this year. This only shows the love and affection for his mother. Thank you so much, Amma. Can't believe this. Rebecca, you are nothing less than Surya. The only problem we found is that your dish is over-decorated with other elements. But Surya's dish is decorated with love, affection, and dedication. Mother's food is always simple and the best. Surya's dish is a reflection of true love. So Surya, please come forward and receive first prize check for 1 million dirhams. Vasu, congratulations. Hold on, you made it, man. Excellent. Good evening to you all. മിസ്റ്റർ സൂര്യ, Yeah. കുക്കിങ്ങിൽ പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അങ്ങനെ ഒരാൾ സൂപ്പർ ഷെഫ് പോലുള്ള ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ടൈറ്റിൽ വിന്നർ ആവുക, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജീവിതത്തിൽ ഞാൻ ആരാകരുതെന്ന് ആഗ്രഹിച്ചോ അതാണ് ഞാൻ. നമ്മൾ ആരാവണം എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമല്ലല്ലോ, അല്ലേ? ഈ വിജയം ഞാൻ ഒറ്റയ്ക്ക് നേടിയതൊന്നുമല്ല. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒന്നല്ല, അവർ 4 പേരാ. കൈപ്പയ്ക്ക് പോലും മധുരം നിറച്ച്
സ്വന്തം മക്കളുടെയും ഒരു നാടിൻ്റെ മുഴുവനും മനസ്സും വയറും നിറച്ച എൻ്റെ അമ്മ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മകനാവാൻ എനിക്ക് സാധിച്ചില്ല. എന്നും വേദനിപ്പിച്ചിട്ടുള്ളൂ ഞാൻ. അടുപ്പിലല്ല, നെഞ്ചിലാണ് എൻ്റെ അമ്മ തീ കൂട്ടിയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി വൈകി. അപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. സോറി ആ അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം ആവാം എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച ഒരാളുണ്ട്, എൻ്റെ ചേച്ചി. അമ്മ മരിച്ചതിന് ശേഷം ആ സ്ഥാനം അവൾക്കായിരുന്നു. എന്ത് പ്രോബ്ലം വന്നാലും അവളുണ്ടായിരുന്നു എൻ്റെ കൂടെ. നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കണക്ക് സൂക്ഷിക്കാത്ത, തരുന്ന സ്നേഹം പോലും തിരിച്ചു വേണമെന്ന് വാശിയെടുക്കാത്ത ചിലരുണ്ട്. അവരാണ് ഫ്രണ്ട്സ്. അവൻ നമ്മളെ മറന്നില്ലല്ലോ. എന്തായാലും ഗുരുത്വമുള്ളവനാ. എനിക്കുണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്, സോണിയ. സോണി ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. താങ്ക് യു സോണിയ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ സന്തോഷത്തിനിടയിലും ചില സങ്കടങ്ങൾ ബാക്കിയാ. ഈ നിമിഷം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് എൻ്റെ കൂടെയില്ല. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പെട്ടെന്ന് എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നവൾ. വലിയ സന്തോഷങ്ങൾ, ചെറിയ പിണക്കങ്ങൾ, സർപ്രൈസസ്, അങ്ങനെ ഓർത്തു വയ്ക്കാൻ ഒത്തിരി ദിവസങ്ങൾ. ഒടുവിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ അവൾ പോയി. പരസ്പരം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ ആരാണ് പരാജയപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ കാത്തിരിക്കുകയാണ് ഞാൻ. എല്ലാം മനസ്സിലാക്കി മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ അവൾ എൻ്റെ ജീവിതത്തിലോട്ട് മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ. എന്ത് ക്ഷീണം, അവൻ നല്ല പളുങ്ക് വാരിയിരിക്കുകയാണ്. അതാ നമ്മളെ സൂര്യ ഇതെന്താ നീ കാണിക്കുന്നത്? നീ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ആ, എവിടെ ഒന്നല്ലേ കണ്ടുവരുന്നുണ്ട് കേട്ടോ. വാ, സന്തോഷാടാ, നീ നിലയിലൊക്കെ ആയല്ലോ. പൊളിച്ചളിയാ, പൊളിച്ച്. നീ ആഗ്രഹിക്കുന്ന മാതിരി ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ പടുത്ത അതിന്റെ തലപ്പത്തിരുന്ന് ജീവിക്കണ്ടേ? അല്ല, ഇത്രയൊക്കെ സന്തോഷം ഉണ്ടായിട്ടും നീ എന്തോ മിസ് ചെയ്യണ പോലെ ഉണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. അല്ല, നീ ആരെയാണ് ഈ തിരയണത്? പറഞ്ഞു ബുദ്ധിമുട്ടണ്ട, എല്ലാം ഞങ്ങൾക്ക് അറിയാം. കേസും കോടതിയും ഡിവോഴ്സും ഒക്കെ. രമ്യക്ക് ഇപ്പോഴും നിന്നോട് ഭയങ്കര ദേഷ്യമാണ്. കുറച്ചു ദിവസം മുമ്പ് ഞങ്ങൾ അവളെ കണ്ടിരുന്നു, അല്ലടാ? അതൊക്കെ പോട്ടെ. നിന്റെ ഈ വലിയ വിജയത്തിന് ഞങ്ങളുടെ വക ഒരു സമ്മാനം ഉണ്ട്. അങ്ങനെ അങ്ങ് കൊടുക്കാൻ വരട്ടെ. ഞങ്ങളുടെ സമ്മാനത്തിന് അതിൻ്റെതായ വെയിറ്റ് ഉണ്ട്. ആദ്യം കണ്ണൊന്ന് നോക്കട്ടെ. അയ്യോ, കളിക്കല്ലേ, തട്ടി തെറിഞ്ഞ് വീണ്ടാ. ഇത് എവിടേക്കാ കൊണ്ടുപോണേ? പിടിക്കല്ലേ, കൈയെടുക്ക്, വിട്. അയ്യോ, പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ടാ നിങ്ങളുടെ ഗിഫ്റ്റ്? ശരിക്കും ഞെട്ടിയില്ലേ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങളെന്ന് അറിയിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. അതുകൊണ്ട് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണം. സൂര്യ, I'm so sorry. ഒന്നും പറയണ്ട. വന്നു, കണ്ടു, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. എന്താണ് ഇത് പഴയ പടം പോലെ? എടാ, ഈ വികാരങ്ങൾക്കും സ്നേഹത്തിനും പഴയത് പുതിയതൊന്നും ഒന്നുമില്ല. അതൊക്കെ എല്ലാ കാലത്തും ഒരേപോലെ തന്നെയാണ്.